കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും അല്പസമയം ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സ്നേഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ദീർഘമാസങ്ങളായിട്ട് നമുക്ക് ക്രമീകൃതമായ പുതിയ നിയമ പഠനങ്ങൾ എന്ന ഈ തിരുവചന പഠനശാല നമുക്ക് പല കാരണങ്ങളാൽ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ലഭ്യമാകുന്ന സമയത്തിനകത്തു നിന്നുകൊണ്ട് കഴിയുന്നത്രയും അത് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും ചില മിനിറ്റുകൾ അതിലേക്ക് നമ്മൾ തിരിഞ്ഞത്. ഇന്ന് രാവിലെ നമുക്ക് അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സാധാരണ ക്ലാസ് 11 മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പ്രാർത്ഥിച്ച് ഒരു പാട്ടൊക്കെ പാടി 11:15 മെസ്സേജ് തുടങ്ങുന്ന സമയം വെച്ച് വരാനിരിക്കുന്നതായിരിക്കാം ആളുകൾ. എല്ലാവരും തിരക്കുള്ള സീസണുകളാണല്ലോ. ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചു പോകുമ്പോൾ അത് നിരന്തരമായിട്ട് പോവുകയാണെങ്കിൽ ആളുകൾക്ക് അതിനകത്ത് ഇമേഴ്സായിരിക്കും. ഇടയിലത് വിട്ടുപോകുമ്പോൾ അത് പിന്നത്തതിൽ അത് ജോയിൻ്റായി വരാൻ സമയമെടുക്കും. സാരമില്ല, നമുക്കിന്ന് ചില മിനിറ്റുകൾ കൂടെ ഇതിനകത്തേക്ക് പഠനത്തിനകത്തേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ നമ്മൾ പുതിയ നിയമത്തിനകത്ത് പ്രഥമ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് നമ്മൾ കണ്ടത് വളരെ പ്രാധാന്യതയുള്ള ദൈവരാജ്യത്തിൻ്റെ പല മിസ്റ്ററികൾ നമ്മൾ പഠിക്കുകയായിരുന്നു. കിങ്ഡം അനോയിൻറ്റിങ്, കിങ്ഡം ടെസ്റ്റ്, കിങ്ഡം മിനിസ്ട്രി, കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ നമ്മൾ പല മേഖലകൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതലുള്ള പഠനത്തിൽ നമ്മൾ കണ്ടുവരികയായിരുന്നു. രാജാവിൻ്റെ ജനനം, രാജാവിൻ്റെ ജീവിതം, രാജാവിൻ്റെ പാലായനം, ഇങ്ങനെ കണ്ടമാനം ഘടകങ്ങൾ നമ്മൾ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇത് ദീർഘമാസങ്ങൾക്ക് മുമ്പ് എടുത്താണ് കേട്ടോ. ദൈവരാജ്യ പഠനത്തെ ഈ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷനിൽ 4-ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കിങ്ഡം പ്രെയറാണ്. ആ കിങ്ഡം പ്രെയറാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു നിർത്തിയത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിങ്ഡം പ്രെയർ നിങ്ങൾക്ക് കാണാം. നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. പ്രാർത്ഥനയുടെ തലങ്ങൾ പരിശുദ്ധാത്മാവോടെ തുറക്കുകയാണ്. നിങ്ങളുടെ വെളിപ്പാടിനനുസരിച്ച്, നിങ്ങളുടെ റെവലേഷൻ അനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഭയങ്കര പവറുള്ളതായി മാറും. അപ്പം പല ആളുകൾ പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, പല മെൻറ്റാലിറ്റിയിലാണ് പ്രാർത്ഥിക്കുന്നത്. വാക്കുകളുടെ വൈഭവത്തെക്കാൾ പ്രാർത്ഥനയുടെ വെളിപ്പാട്, പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്തുള്ള വെളിപ്പാട് പ്രാർത്ഥനയുടെ മറുപടിയെ ത്വരിതപ്പെടുത്തുവാനിടയാത്തിരും, ശക്തിയുള്ളതാക്കി മാറ്റാനിടയാത്തിരും. ഇവിടെ നമ്മൾ കിങ്ഡം പ്രെയറിനെ കുറിച്ച്, ഞാനിത് ഒരിക്കലും എടുത്തതാണ് കുറച്ച് ഭാഗം. കിങ്ഡം പ്രെയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ട് പല പാർട്ടുണ്ട്. ഒന്ന്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പൊ പിതാവാം ദൈവത്തിൻ്റെ നാമത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് കിങ്ഡം പ്രെയറിലെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പൊ അവൻ്റെ നാമത്തിന് ഈ കിങ്ഡം പ്രെയറിൽ അമിതമായ പ്രാധാന്യതയുണ്ട്. 2, നിന്റെ രാജ്യം വരണമേ. കിങ്ഡം പ്രെയറിനകത്ത് നാം രാജ്യത്തിലേക്ക് പോകുന്ന യാത്രയല്ല പ്രാർത്ഥിക്കുന്നത്.
നിന്റെ രാജ്യം ഭൂമിയിലേക്ക് വരണമേ എന്നതാണ് കിങ്ഡം പ്രയറിലെ പ്രാധാന്യമായ ഒരു ഭാഗം. അപ്പോൾ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. അപ്പൊ ഈ രാജ്യത്തിലാണ്, ദൈവരാജ്യത്തിലാണ് ദൈവശക്തിയുടെയും ദൈവമഹത്വത്തിൻ്റെയും പ്രദർശനം വെളിപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞിരുന്നു, യഹോവയുടെ രാജാസനത്തിൽ ഇരുന്നു കൊണ്ടാണ്, യഹോവയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ദാവീദ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ രാജ്യം ദൈവം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ അവർ ദൈവത്തിൻ്റെ പരമാധികാരത്തിലോ ദൈവത്തിൻ്റെ ഭരണത്തിലോ അതൃപ്തരായതുകൊണ്ടും അതിൽ അവർ വിശ്വസ്തരല്ലാതിരുന്നു കൊണ്ടും ദൈവം ആ രാജ്യം അവരുടെ പക്കലിനെടുത്ത് ജാതികളായി നമുക്ക് തന്നിരിക്കുകയാണ്. ഈ രാജ്യം യഹൂദന്മാരുടെ കയ്യിൽ കൊടുത്തിരുന്നു. ഞാൻ അതിനൊക്കെ തെളിവ് വാക്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ വരുന്നത്, നിന്റെ രാജ്യം വരണമേ. ആ രാജ്യം വന്നാലോ ആ രാജ്യത്തിനകത്ത് ശക്തിയുണ്ട്, മഹത്വമുണ്ട്. 13-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണാം, രാജ്യത്തിനകത്ത് എന്തുകൊണ്ട്? ശക്തിയുണ്ട്, മഹത്വമുണ്ട്. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളവല്ലോ. അപ്പൊ രാജ്യവും മഹത്വവും ശക്തി. അപ്പൊ രാജ്യത്തിനകത്ത് രാജ്യം മാത്രമല്ല, ശക്തിയുണ്ട്, ആ രാജ്യത്തിനകത്ത് മഹത്വമുണ്ട്, ഗ്ലോറിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ ശക്തിയോടെ വരുന്നത് കാണുവോളം. കണ്ടോ? അപ്പൊ രാജ്യം, ശക്തി. ആ രാജ്യവും ശക്തിക്കപ്പുറം കർത്താവ് അതിനകത്ത് മഹിമ തുറന്നു. അതാണ് മറുമല വെളിപ്പെട്ടത്. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാൻ ചിലവരിവിടെ ഉണ്ട്. അപ്പൊ രാജ്യം, ശക്തി, മഹിമ. അപ്പൊ നിങ്ങൾ രാജ്യത്തിന്റെ വെളിപ്പാടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ രാജ്യത്തിന്റെ ശക്തിയും മഹിമയും നിങ്ങളുടെ ഭവനങ്ങളിൽ തുറക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ ഭവനത്തിന്റെ ചരിത്രം മാറ്റും. രാജ്യത്തിന്റെ ശക്തി തുറക്കാൻ പറ്റും. കിങ്ഡം പ്രയർ, കിങ്ഡം റെവലേഷനുള്ള പ്രയർ, കിങ്ഡം മൈൻഡ് സെറ്റിലുള്ള പ്രയർ നിങ്ങളെ ഭയങ്കരമായി ദൈവപ്രവൃത്തികളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും കിങ്ഡം മൈൻഡിൽ നിന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇവിടെ ഇതൊക്കെ ഞാൻ അന്ന് പഠിപ്പിച്ച ക്ലാസ്സുകളിൽ ഉള്ളതാണ്. ഇതൊക്കെ അന്ന് എടുത്ത ഭാഗങ്ങളാണ്. അന്ന് പറയാത്തൊരു ഭാഗത്തേക്ക് വരുന്നു. 11-ാം വാക്യം. ഈ എടുത്ത ഭാഗങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ സിസ്റ്ററിൽ ഓഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ഏതായാലും ഇതിൻ്റെ ക്ലാസ്സുകൾ റെക്കോർഡാണ്. ഇനി ഇവിടുത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഈ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് വീണ്ടും ജനിച്ചു വന്നപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിലുണ്ടാകേണ്ട മാറ്റം കർത്താവ് ഇവിടുത്തെ ഒരു പ്രാർത്ഥനാ വാചകത്തിൽ പറയുന്നുണ്ട്. നിങ്ങളതിൻ്റെ 11-ാം വാക്യം വായിച്ച് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ട് കേട്ടോ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ആ ഭാഗമൊക്കെ വിട്ട് കളഞ്ഞു കേട്ടോ. അതൊന്നും വിശദീകരിച്ചില്ല. 11-ാം വാക്യം. Give us this day our daily bread. ഇതിപ്പോൾ അത്ര ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. മലയാളത്തിലെ ആളുകൾ വായിച്ചു. മലയാളത്തിലെ ലിൻസിയുടെ വീട്ടിൽ ആരോ വന്നിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഞങ്ങൾക്ക് ആരെല്ലാം മലയാളത്തിൽ വായിക്കുന്നേ വായിക്കും. മലയാളം വായിക്കാൻ അറിയുന്ന ആരുമില്ലേ? വായിക്കാൻ പറ്റും, ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ ഓഡിയോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഇന്ന് തരണമേ. ഓക്കെ. ഓഡിയോ ഓഫ് ചെയ്യാൻ പറ്റാത്ത, ഓൺ ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായിരുന്നു അല്ലേ? സോറി. നിങ്ങളുടെ ദയവ് ചെയ്ത് നിങ്ങൾ ഓഡിയോ ഓൺ ചെയ്യുന്നവര് നിങ്ങളത് മൊബൈല്
നിങ്ങളുടെ അവിടെ നിന്ന് സൗണ്ടുകളുണ്ടെങ്കിൽ ഓൺ ചെയ്യരുത് കേട്ടോ. എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്, എനിക്ക് അറിയാതെ ദേഷ്യം വരിക അതുണ്ടായി കഴിയുമ്പം. നിങ്ങളുടെ ഓഡിയോ വേറെ സൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഓൺ ചെയ്യരുത്. കാരണം എനിക്കിത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരാളെന്നെ സഹായിക്കാനായിട്ട് ഈ എന്താ പറയുക യൂട്യൂബും ഓഡിയോ ഒക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാൻ നിങ്ങളൊരാളെ അപ്പോയിൻറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ കുഴപ്പമില്ല. ആ ഓഡിയോ തുറന്ന് സംസാരിക്കുന്ന ആൾ അതിൻ്റെ ചിലവെടുത്താൽ മതി, പിന്നെ കുഴപ്പമില്ല, പിന്നെ പ്രശ്നമില്ല, സാറില്ല, പോട്ടെ, ആൾക്കാരുടെ ആഗ്രഹമല്ലേ തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെയായാലും മതി. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ വായിച്ചത് ഞങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ച് ആ ഓഡിയോ സൗണ്ട് ഇല്ലാത്തൊരു ഓഡിയോ തുറന്ന് വായിച്ച് 13 വാക്യമാണെന്ന് തോന്നുന്നു. അല്ല സോറി 11 വാക്യം വായിച്ച്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണേന്ന്. മാസം ശമ്പളം മേടിക്കുന്ന ആൾക്കാർ നിങ്ങളിപ്പോൾ ഇന്ന് കർത്താവ് ഇന്ന് ആവശ്യമുള്ള ആഹാരം എനിക്ക് തരണേന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? പിന്നെ ഞാനും അന്നമ്മച്ചൊക്കെയാണ് പിന്നെ അങ്ങനെ വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാം. ഞങ്ങളൊക്കെ പ്രായമുള്ള ആൾക്കാർ എന്തെങ്കിലും അല്ലാതെ എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ജോലിയും മാസം ശമ്പളമൊക്കെയാണ്. അപ്പോൾ അതാത് ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? സ്വാഭാവികമായിട്ടും വളരെ കുറവാണ് ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ആവശ്യപ്പെട്ടത്? ഇന്ന് ആവശ്യം കിങ്ഡം ഫെസിലിറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ, കിങ്ഡത്തിൽ ജീവിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളുടെ കിങ്ഡം മൈൻഡ് സെറ്റ്, കിങ്ഡം പീപ്പിളുടെ, കിങ്ഡം ബിലീവേഴ്സിൻ്റെ, കിങ്ഡം മൈൻഡ് സെറ്റ് ഉള്ളവരുടെ അല്ലെങ്കിൽ കിങ്ഡത്തിനകത്തുള്ളവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ സ്റ്റോർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുടെയോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് പത്താഴത്തിനകത്ത് അരി എടുത്ത് വയ്ക്കില്ലേ? അല്ല, അരിയല്ല, നെല്ല് സൂക്ഷിച്ചു വയ്ക്കില്ലേ? പത്താഴത്തിനകത്ത് നെല്ല് സൂക്ഷിച്ചു വെച്ചതിൻ്റെയോ അല്ലെങ്കിൽ കപ്പച്ചാക്കുകളുടെ അകത്ത് കപ്പ നിറഞ്ഞിരിക്കുന്നതിൻ്റെയോ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നിങ്ങളുടെ ജീവിതം. സ്തോത്രം. നിങ്ങൾ ദൈവിക സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ ആശയത്തിന് മനസ്സിലായോ? കിങ്ഡം പ്രയറിനകത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ദൈവാത്മാവ് ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പം പ്രായമുള്ള അമ്മച്ചിമാര് അവരുടെ മക്കൾ പഠിച്ചു കഴിയുമ്പം ജോലി കിട്ടി കഴിയുമ്പോൾ മക്കൾ അവരെ എന്ത് ചെയ്യും? അവരുടെ സ്റ്റോറേജ്, അവരുടെ വഴി എന്ന് പറയുന്നത് മക്കളാണ്. ജോലിയുള്ളവരുടെ സ്റ്റോറേജ് ഏതാണ്? അവരുടെ ജോലിയാണ്, ശമ്പളമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനകത്ത് നിങ്ങളെ നടത്തുന്ന നിങ്ങളുടെ വഴികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കിങ്ഡത്തിനകത്ത് ജീവിക്കുന്നവരുടെ പ്രത്യേകത, കിങ്ഷിപ്പിനകത്ത് ജീവിക്കുന്നവരുടെ പ്രത്യേകത, കിങ്ഡം മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത, നമ്മൾ ജീവിക്കുന്നത് സ്റ്റോർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ജീവിക്കുന്നത് പിതാവിന്റെ ഡിവൈൻ സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. ഡിവൈൻ സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. ആ സപ്ലൈ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ വരും. കർത്താവേ, കൃപ മനസ്സിലാകുവാനുള്ള കരുണ ഞങ്ങൾക്ക് നൽകണമേ. ഡിവൈൻ സപ്ലൈയുടെ പ്രത്യേകത അതൊരു ഗ്ലോറിയസ് സപ്ലൈ ആണ്. സ്റ്റോർ ചെയ്ത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങൾ പരിധി വെച്ച് അനുഭവിക്കുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, മകൻ നിങ്ങൾക്കൊരു 2000 വെച്ച് തരുന്നു മാസം, അല്ല വേണ്ട 3 മക്കളെ 2 6000 വെച്ച്. അപ്പൊ നിങ്ങളുടെ അകത്ത് അപ്പം തന്നെ കണക്കൂട്ടിൽ വരികയാണ്. ഇന്ന പൈസ ഇന്നതിന്, ഇന്ന പൈസ ഇന്നതിന്. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാലോ, ജോലി കിട്ടുന്നവർക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് നിങ്ങളൊരു കണക്കൂട്ടിലുണ്ട്. പക്ഷെ ഡിവൈൻ സപ്ലൈയുടെ പ്രത്യേകത, നിങ്ങൾ പിതാവിന്റെ സപ്ലൈക്കകത്ത്, പിതാവിന്റെ ഉറവിനകത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. കണക്കുകൂട്ടലുകളിലല്ല, പിതാവിന്റെ ഉറവുകളുടെ അകത്ത് നിങ്ങൾ ജീവിക്കുന്നവരായി മാറാൻ തുടങ്ങും. അവിടെ നിങ്ങൾക്ക് ഒന്നിനും മുട്ടുവരില്ല. അതത് സമയത്ത് ദൈവം അത്ഭുതകരമായ വാതിലുകളും വഴികളും നിങ്ങൾക്ക് വേണ്ടി തുറന്ന് അവൻ വിശ്വസ്തയോടെ നിങ്ങളെ സൂക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് കിങ്ഡം മൈൻഡ് സെറ്റിനകത്ത് ദൈവിക സപ്ലൈയിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരായി മാറുക എന്ന തത്വം നിങ്ങൾ അറിഞ്ഞിരിക്കുക.
ഇതാണ് വാക്യം 11. ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. വാക്യം 12. വാക്യം 12 വായിച്ച്. വാക്യം 12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈ വാക്യം കർത്താവ് പറയുന്നത്, ഈ സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കവനന്റിന്റെ വെളിപ്പാടില്ലാതെ വായിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോകും കേട്ടോ. പലരും പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കവനന്റിന്റെ റെവലേഷൻ ഇല്ലാഞ്ഞിട്ടാണ്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ക്ഷമിച്ചതിനാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? ആരിലും ഉണ്ടോ ഇവിടെ? ആ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെയല്ലേ? അതെ. പക്ഷെ സത്യത്തിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചത് നമ്മൾ ക്ഷമിച്ചിട്ടാണോ, അത് ദൈവം നമ്മൾ ക്ഷമിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മളോട് ക്ഷമിച്ചോ? നമ്മളോടുള്ള ബന്ധത്തിൽ ആദ്യം കർത്താവാണോ ക്ഷമിച്ചത്, ആദ്യം നമ്മളാണോ ക്ഷമിച്ചതെന്ന്? അപ്പൊ ഈ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ. അപ്പൊ അതിന് കാര്യം എന്താണ്? ഇത് യേശുക്രിസ്തുവിന്റെ ക്രൂശിനു മുമ്പാണ്. ക്രൂശിനു മുമ്പ് നാം ക്ഷമിക്കുന്നതിനനുസരിച്ച് നമ്മോട് ക്ഷമിക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശോടുകൂടെ യുഗം മാറിയിരിക്കുന്നു. ഇനി നാം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയല്ല, നമ്മോട് പിതാവാം ദൈവം ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുകയാണ്. നാം ക്ഷമ അനുഭവിച്ചു. ക്ഷമ എന്താണെന്ന്, കർത്താവ് നമ്മോട് ക്ഷമിച്ചത് എന്താണെന്ന് നാം മനസ്സിലാക്കി, നാം പഠിച്ചു, നാം അനുഭവിച്ചത് കൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുകയാണ്. നിങ്ങൾ ഈ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിങ്ങൾ ഓരോരുത്തർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നൊരു വാക്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അത് ഏത് കണക്കായിരിക്കും? നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ കണക്കായിരിക്കുമോ? തോറ്റവൻ്റെ കണക്കായിരിക്കുമോ? നിങ്ങൾ ഏതായാലും ഹെവനിലെത്തിയല്ലോ. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ പറയുന്ന സകല വാക്കുകൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? നിങ്ങൾക്കും ഈ എന്താ പറയുക, ചർച്ചുകാർക്ക് പറ്റിയ അസ്വസ്ഥത നിങ്ങൾക്കും പറ്റിയോ? ചർച്ചുകാർ ഇപ്പം മിണ്ടുകയല്ല, അവർ ഇപ്പം എന്താ പറയുക, 2 കൊരിന്ത്യർ ലേഖനം 5:10 വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 5:10 വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 5:10 വേഗം വായിക്കണം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പൊ ഇത് ഏത് ന്യായാസനമാണ്? ഇതെവിടെയാണ്? ഇത് സ്വർഗത്തിൽ നമുക്ക് ലഭ്യമാകുന്ന പ്രതിഫല വിഭജന സദസ്സാണ്. അപ്പൊ നാം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് ജയാളികളായി ജീവിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഹെവനിലെത്തുന്നത്? അവിടെ കൊടുക്കുന്ന പ്രതിഫല വിഭജന സദസ്സല്ലേ ഈ പറയുന്നത്? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന സകലവനും നല്ലതാകലും തീയതാകലും. അപ്പൊ ഈ തീയത ഏതാണ്? മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അത് എവിടെ കൊടുക്കേണ്ടി വരും? അപ്പൊ ഏതാ വാക്ക്? നമ്മളോട് പിതാവ് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവം, ക്ഷമിക്കാൻ കഴിയാത്ത നിലയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തികൾ, ഇതിന് മുഴുവൻ നമ്മൾ കർത്താവിന് മുമ്പ് കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. സ്തോത്രം. പോട്ടെ, ഈ കിങ്ഡം പ്രയർ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ പ്രാർത്ഥന ചില പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരൊറ്റ വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിനകത്ത് ക്ഷമിക്കാത്തതായിട്ടുണ്ടായിരിക്കരുത്. കേൾക്കുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ചതാകൊണ്ട് ഭൂമിയിലെ സകല മനുഷ്യരോടും മനുഷ്യർ ചെയ്ത സകല പ്രവർത്തികളും നീ ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ദിവസത്തിൽ നീ ദൈവം മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും.
അത് പറഞ്ഞപ്പം ഭയങ്കര വിഷമായി. ആൾക്കാർ തലകുമ്പിട്ടിരുന്നു. ഇനി വീഡിയോ ഓഫ് ചെയ്ത് പോകുമെന്നുള്ളതാണ് എൻ്റെ പേടി. ലോകത്തിൽ ആരോടും നിങ്ങൾക്ക് മനസ്സിനകത്ത് യാതൊരു വിഷമമോ യാതൊരു ഭാരമോ യാതൊരു കയ്പുമോ ഇല്ലാത്ത തലത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വളർത്തും. ഇതാണ് ഗ്ലോറിയസ് ലൈഫ് എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, ഇനി അവന്റെ 13-ാം വാക്യത്തിലേക്ക് വന്ന് ഞാൻ ഓടിച്ച അത് പറഞ്ഞ വിടാൻ ഭാഗം 13-ാം വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പൊ കിങ്ഡം പ്രയറിനകത്ത് കർത്താവ് പഠിപ്പിച്ചത് ഞങ്ങളെ എന്ത് ചെയ്യരുത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്. അപ്പൊ കിങ്ഡം പ്രാർത്ഥനയിൽ പരീക്ഷയെ ജയിക്കാനുള്ള കരുത്ത് അവിടെ ടെംപ്റ്റേഷനാണ് കേട്ടോ, ടെസ്റ്റ് അല്ല കേട്ടോ, ടെംപ്റ്റേഷനാണ്. ടെസ്റ്റ് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയുടെ വെളിപ്പാട് വേണം. ടെംപ്റ്റേഷൻ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സകലവിന്റെ സോഴ്സ് ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് വേണം, അവന്റെ വചനമാണെന്നുള്ള വെളിപ്പാട് വേണം. ഹലോ, രണ്ട് ഘടകങ്ങൾ, ഒന്ന് ടെസ്റ്റ്, ഒന്ന് ടെംപ്റ്റേഷൻ. ടെസ്റ്റിനെ നിങ്ങൾ ജയിക്കുന്നത് ഉടമ്പടിയുടെ വെളിപ്പാടിലാണ്. അബ്രഹാം ദൈവം പരീക്ഷിച്ചപ്പോൾ ജയിച്ചു. എങ്ങനെ ജയിച്ചു? ഉടമ്പടിയുടെ വെളിപ്പാടിനാൽ. പിതാവാം ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയുടെ വെളിപ്പാട് വേണം. പിശാച് കൊണ്ടുവരുന്ന ടെംപ്റ്റേഷന് ജയിക്കണമെങ്കിലോ കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. യേശു ക്രിസ്തു ടെംപ്റ്റേഷനെ അതിജീവിച്ചത്, ജയിച്ചത് വചനത്താലാണ്. ഉണ്ടോ എൻ്റെ കൂടെ? വചനത്താലാണ്. ഉടമ്പടിയാൽ, വചനത്താൽ. ടെസ്റ്റിനെ ഉടമ്പടിയാലും ടെംപ്റ്റേഷനെ വചനത്താലും ജയിച്ചു. ഇത് രണ്ടും അകത്ത് കയറാത്തവർ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ വീണു പോകില്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മളെല്ലാം വളരെ നിസ്സാരന്മാരാണ് കേട്ടോ, നമ്മളെല്ലാം ഭയങ്കര വീക്കുള്ളവരാണ് കേട്ടോ. അമിതമായ കോൺഫിഡൻസ് നിങ്ങളുടെ അകത്ത് വെച്ച് നിങ്ങൾ പിശാചിന് വഴി തുറന്ന് വീഴാനിടയാകരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പിതാവേ ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ. നിങ്ങൾ പുത്രത്വത്തിൽ വളർന്നു കഴിയുമ്പോൾ, നിങ്ങൾ ഹൂയോസായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായും ടെംപ്റ്റേഷനെ ജയിക്കാൻ പറ്റും. അപ്പൊ ടെംപ്റ്റേഷനെ ജയിക്കുന്ന ഒരു തലം നിങ്ങളുടെ മേൽ തുറന്നു വരും. അതിനു മുമ്പ് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ തോറ്റുപോയാൽ, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ വീണുപോയാൽ ഉടൻ തന്നെ നിങ്ങളുടെ അകത്ത് കുറ്റബോധം വന്ന്, പാപബോധം വന്ന്, നിരാശപ്പെട്ട് തല തല്ലരുത്. നിങ്ങൾ നാളെ ജയിക്കേണ്ടതിന്, ദൈവാത്മ നിങ്ങളെ ജയത്തിലേക്ക് നടത്തേണ്ടതിന്, നിങ്ങളെ പഠിപ്പിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന ചില പരിശോധന വേളകളുണ്ട്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ വിടുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത വാക്യത്തിലേക്ക് വന്ന് 13-ാം വാക്യമല്ലേ വായിച്ചത്? പരീക്ഷയിൽ കടത്താതെ. വായിച്ചു, വേഗത്തിൽ വായിച്ചു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിടുതലുകൾ ആരംഭിക്കുന്നത്. രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, പിതാവേ അങ്ങേക്കുള്ളതാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഇത് ശക്തിയുടെയും മഹത്വത്തിന്റെയും പ്രദർശനങ്ങൾ. ഇത് രണ്ടും, ശക്തിയും മഹത്വവും എക്സസൈസ് ചെയ്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ഥലമാണിത്, ദൈവരാജ്യം. അതുകൊണ്ട് കിങ്ഡം വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ ഭവനങ്ങളിലെ വിഷയങ്ങളുടെ മേൽ പെട്ടെന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ മറുപടികളില്ലാതെ കുഴഞ്ഞു കിടക്കുന്നത് പെട്ടെന്ന് ചലിക്കുന്ന കാണാം. പെട്ടെന്ന് ദൈവപ്രവൃത്തി ഉണ്ടാകുന്ന കാണാം. പെട്ടെന്ന് രാജ്യത്തിന്റെ ശക്തി തുറക്കുന്നത് കാണാം. പെട്ടെന്ന് മഹത്വം തുറക്കുന്നത് കാണാം. പെട്ടെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ചലനങ്ങൾ വെളിപ്പെടുന്നത് കാണാം. രാജ്യവും ശക്തിയും മഹത്വവും പിതാവേ അങ്ങേക്കുള്ളതാണ്.
ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് ദുരാത്മാക്കൾക്ക് നിൽക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിന്റെ രാജാവായി ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് കിന്നരമെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒറിജിനൽ ആ സമയത്ത് രാജാവിന്റെ മേലെ ദുരാത്മാവ് ഓടാൻ തുടങ്ങി. രാജാവിന്റെ മേത്ത് കയറണമെങ്കിൽ ആത്മാവ് എന്താത്മാവായിരിക്കും? ആ ആത്മാവിന് പോലും ഇരിക്കാൻ പറ്റുകയില്ല കൊച്ചന്റെ പാട്ട് കേട്ടപ്പം. കാരണം ദൈവരാജ്യത്തിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വീണാൽ പിന്നെ അവിടെ തുറക്കുന്നത് രാജ്യത്തിന്റെ ശക്തിയാണ്. രാജ്യത്തിന്റെ ശക്തി തുറന്നാൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? രാജ്യത്തിന്റെ ശക്തി തുറന്നാൽ പിന്നെ അവിടെ വെളിപ്പെടുന്നത് അസാധാരണ അത്ഭുതങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മേലൊരു കിങ്ഡം അനോയിന്റിങ് വീണാൽ, നിങ്ങളുടെ മേലൊരു കിങ്ഡം അനോയിന്റിങ് വീണാൽ മെച്ചം രാജ്യത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ ശക്തിയോടെ തുറക്കും. അത് അടിമത്തങ്ങൾ പൊളിക്കും. അത് ശൗലിന്റെ മേലുള്ള അടിമത്തത്തെ ദാവീദിന്റെ മേൽ വീണ അഭിഷേകം തകർത്തതുപോലെ നിങ്ങളുടെ മേൽ അങ്ങനത്തെ ദൈവശക്തിയുടെ വലിയ പ്രദർശനങ്ങൾ തുറന്നു വരാൻ തുടങ്ങും. അത് ജീവിതത്തിൽ അനുഭവമാകുന്നവർക്കും വെളിപ്പാടാകുന്നവരും ഓർത്തിയ സ്തോത്രം ചെയ്യണം. അവർ ജീവിക്കാൻ പോകുന്നവർ ഒരു സ്പെഷ്യൽ ഗ്ലോറിയസ് റിലത്തിലാണ് അവർ ജീവിക്കാനായിട്ട് പോകുന്നത്. ഇനി അവന്റെ 14-15 വാക്യത്തിലേക്ക് പോരെ. ഞാനിതൊന്നും വിശദീകരണങ്ങൾ കൂടാതെ ഓടിച്ച് ഭാഗം പറഞ്ഞു വിടുകയാണ്. ജസ്റ്റ് ഒരു യാത്ര നമ്മൾ ഈ വാക്യങ്ങളിലൂടെ നടത്തുകയാണ്. ഓടിച്ചു വായിച്ചു 14, 15, 16, 17, 18 ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞല്ലോ, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അയ്യോടാ, ഭയങ്കര പ്രശ്നം. നിക്ക് ഇത് ഭയങ്കര പ്രശ്നമായി. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ എന്ത് ചെയ്യണം? ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അയ്യോ, അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എനിക്ക് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരെ കാണാനില്ല. 4, 4, 8 30 പേരിൽ 8 പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കേണ്ട. 8 പേരെ കാണാം. നിങ്ങളെല്ലാവരോടും ക്ഷമിച്ചോ? നിങ്ങളെല്ലാവരോടും ക്ഷമിച്ചോ? നീനും അല്ലാതെ ചിരിച്ചല്ലോ. നീ എന്തു പറ്റി? നിങ്ങളെല്ലാവരോടും ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് എന്ത് ചെയ്യുന്നില്ല? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അപ്പൊ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചോ എന്ന് എങ്ങനെ അറിയാം? മിണ്ടുകയല്ല. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ ക്ഷമിച്ചാൽ പിതാവ് ക്ഷമിക്കും. അപ്പൊ നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും കുറച്ച് ദേഷ്യം നിൽക്കുക കുറച്ച് പേരോട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? എന്തായിരിക്കും? പിതാവിന്റെ ക്ഷമ ഉണ്ടാവില്ല. കർത്താവേ കൃപ. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിച്ചൊക്കെ വെറുതെയായോ? പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥിച്ചൊക്കെ വെറുതെ ആയി പോയോ? പഴയി. അമ്മച്ചി നിങ്ങൾക്ക് 2 തറന്നു വെച്ചിട്ട് കുറെ നാളായോ നിങ്ങളുടെ ഒരു പ്രാർത്ഥന? അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് മറ്റുള്ളവരോട് ഉള്ള കയ്പുകള്, മറ്റുള്ളവരോട് നമ്മുടെ അകത്തുള്ള മനോഭാവങ്ങൾ അകത്തുനിന്ന് പൊളിയാതെ ഈ ചില ആൾക്കാരുടെ എതിര് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതായത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കർത്താവേ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ കരുതണമേ, ഞങ്ങളെ വളർത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ മുമ്പ് ഈ വ്യക്തിയുടെ പ്രാർത്ഥന അതല്ല, അവർക്ക് 2 കൊടുക്കണേ കർത്താവേ എന്നാണ് അവരുടെ പ്രാർത്ഥന മൊത്തം. അപ്പം ഒരു ഗ്ലോറിയസ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് നിന്ന് കയ്പ് പോകാത്ത. നിങ്ങൾ ദൈവത്തിന് വിട്ടേരെ. നിങ്ങൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാണ്ടല്ലോ, വേറെ സൂത്രം ഞാൻ പറയാം, അവരുടെ തലയ്ക്കൽ തീക്കനൽ കുന്നിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ അകത്ത് ഈ വിഷമം കൊണ്ട് നടക്കുന്നിടത്തോളം കാലം മനുഷ്യരുടെ കോപം ദൈവത്തിന്റെ ഒരു വാക്യമുണ്ട്, മനുഷ്യരുടെ നീതിയെ നിവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് കോപിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാതെ വൈരാഗ്യം അകത്തു വച്ചിരുന്നാൽ ദൈവത്തിന്റെ റൈച്ചസ് ഓപ്പണായി വരില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമാകട്ടെ, നമ്മുടെ ഹൃദയം ക്ലീൻ ആവട്ടെ,
നമ്മുടെ ഹൃദയം മറ്റുള്ളവരുടെ യാതൊരു പ്രയാസമില്ലാത്ത ഹൃദയമാകട്ടെ. നീതിമാനായ ദൈവം കൃത്യതയോടെ എല്ലാ മേഖലകളും നീതി വെളിപ്പെടുത്താൻ തുടങ്ങും. സ്തോത്രം. അത് പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോവുകയാണ്. പിതാവ് നിങ്ങളോട് ക്ഷമിക്കട്ടെ. കർത്താവ് കർത്താവ് പറയട്ടെ, നിങ്ങൾ ക്ഷമിച്ചില്ലേലും ഞാൻ അവരോട് ക്ഷമിച്ചു. നമ്മൾ ക്ഷമിച്ചിട്ടല്ല കേട്ടോ, കാൽവറിയിൽ പിതാവ് നമ്മോട് ക്ഷമിച്ചത്. ഞങ്ങളുടെ സകല പാപങ്ങളും പിതാവ് നമ്മോട് ക്ഷമിച്ചു. നമ്മളത് ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ ആ പാപക്ഷമ നമുക്ക് ലഭ്യമാവുകയാണ്. ഇത് ന്യായപ്രമാണ യുഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്കുകളാണ്, കർത്താവിടെ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. കവനന്റ് തിരിയുന്നതിനനുസരിച്ച് ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ കൂടെ തിരിച്ചറിഞ്ഞ് പഠിക്കുക. ഇനി നമ്മൾ അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരികയാണ്. നമ്മൾ അവിടെ നിന്ന് ഉപവാസത്തിലേക്കും നിക്ഷേപത്തിലേക്കും വരികയാണ്. അതിൻ്റെ 16-ാം വാക്യം തൊട്ട് ഓടിച്ചു വായിച്ചോ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ സ്വഭാവം പിതാവിൻ്റെ ജീവനാലുള്ള സ്വഭാവമാകും തോറും പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഉപവാസങ്ങൾ, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എല്ലാം രഹസ്യത്തിലാകാൻ തുടങ്ങും. പണ്ട് നാം ഇത് ചെയ്തതെല്ലാം പരസ്യത്തിലാണ്. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നമുക്ക് 4 പേർ അറിയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രഹസനമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ ഉപവസിക്കുമ്പോൾ എല്ലാവരും അറിയിച്ച് ഉപവസിക്കുന്നവരുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ മൂല്യത വർദ്ധിക്കും തോറും നിങ്ങളിതെല്ലാം രഹസ്യമാക്കാൻ തുടങ്ങും. രഹസ്യത്തിലെ പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള ഉപവാസം, മറ്റുള്ളവരെ നിങ്ങൾ പ്രദർശിപ്പിക്കാതെ, നിങ്ങളുടെ ക്ഷീണത്തെ കാണിക്കാതെ നിങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ള ഒരു മതത്തിൻ്റെ എന്തോ പറയാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉപവാസം സഭയായിട്ട് ഉപവസിക്കുകയായിരുന്നു. ഞാൻ പൊതുവായിട്ട് ഉപവസിക്കരുതെന്നല്ല പറഞ്ഞത്. ചിലർ ഉപവസിക്കുന്നു എന്ന പ്രഹസനത്തിനാണ്. അപ്പൊ കർത്താവ് ക്രിസ്തീയ ജീവിതത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് ഉള്ളത് കൊണ്ട് നീ പ്രാർത്ഥിച്ചോ. നിന്റെ പിതാവ് നിനക്ക് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. കണ്ടോ, അതിന്റെ 12-ാം വാക്യം കണ്ടോ. അപ്പൊ ഉപവാസത്തിന് പ്രതിഫലമുണ്ടോ? ദൈവത്തോടുകൂടെ വസിക്കുന്നവന് പ്രതിഫലമുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നവർക്കും ഉപവസിക്കുന്നവർക്കും രഹസ്യത്തിൽ ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. 18-ാം വാക്യമാണ് വായിച്ചത്. 6-ാം വാക്യത്തിൽ അത് തന്നെയല്ലേ പറഞ്ഞത്? 4-ാം വാക്യത്തിൽ അത് തന്നെയല്ലേ പറഞ്ഞത്? 4-ാം വാക്യം വായിച്ച് 6-4 വായിച്ച് 6-4 രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കണ്ടോ, ഭിക്ഷ കൊടുക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. രണ്ടാമത് പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണ്. 6-6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാവിലടച്ച് രഹസ്യത്തിലുള്ളവന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. കണ്ടോ, അപ്പൊ പിതാവിനോട് നീ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം വരും. കണ്ടോ, ഇനി താഴേക്ക് വരുമ്പോ ഉപവസിക്കുമ്പോൾ പറയുകയാണ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം വരും. കണ്ടോ, എല്ലാം രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും എന്ന് നമ്മുടെ കർത്താവ് ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഇനി നമ്മൾ ഈ വിഷയത്തിന്റെ 5-ാം പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രാം പാർട്ടായെന്ന് വരെ അറിയാത്ത ആൾക്കാരുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ 1-ാം പാർട്ടാണ് കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷന്റെ. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷന്റെ 2-ാമത്തെ പാർട്ടാണ്. 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 5-ന്റെ 48 വരെ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷന്റെ 4-ാമത്തെ പാർട്ട്, 3-ാമത്തെ പാർട്ടാണ്. 6-ന്റെ 1 മുതൽ 6-ന്റെ 18 വരെ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷന്റെ 4-ാമത്തെ പാർട്ടാണ്.
ഇനി നമ്മൾ 5-ാമത്തെ പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ നമ്മുടെ എന്താ പറയുക, ഗിരിപ്രഭാഷണം പറഞ്ഞു വരുമ്പം ഇച്ചിരി ബോറടിക്കാനും സാധ്യത ഇല്ലാതില്ല ശ്രദ്ധിക്കാത്തവർക്ക്. എന്നാൽ ഏറ്റവും കാതലായ കാര്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ അതിൻ്റെ 19-ാം വാക്യം തൊട്ട് വായിച്ച് 19-ാം വാക്യം തൊട്ട് വായിച്ച് 19, 20, 21 വാക്യങ്ങൾ വായിച്ച്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. കർത്താവേ പെട്ടു. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ എന്ത് ചെയ്യരുത്? നിക്ഷേപം സ്വരൂപിക്കരുത്. അടുത്തത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അപ്പൊ 2 സ്ഥലത്തെ നിക്ഷേപത്തെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിലാണോ സ്വർഗത്തിലാണോ? ഞാൻ ചോദിച്ച ചോദ്യം കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? പാസ്റ്റേ, ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, സ്വർഗത്തിലും ഇല്ല ഭൂമിയിലും ഇല്ല. അതല്ല ഞാൻ ചോദിച്ചേ. ഞാൻ പാപ്പരാണ് പാസ്റ്ററെ. പാപ്പരായ എനിക്ക് പിന്നെ എവിടെ നിക്ഷേപിക്കാൻ പറ്റും? നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്? നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്? നമ്മൾ പാട്ടൊക്കെ പാടാൻ ഒരു പാട്ടില്ലേ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ. ആ പാട്ടിന് ഭയങ്കര ശക്തി കൂടും. എപ്പോഴാന്ന് പറയൂ, കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തപ്പം. കയ്യിൽ പൈസ ഉള്ളപ്പം ആ പാട്ടിന് വലിയ പവറൊന്നും തോന്നുകയില്ല. അപ്പം ഇവിടെ നിന്റെ നിക്ഷേപം ഭൂമിയിലാണോ സ്വർഗത്തിലാണോ? ചില ആൾക്കാർ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, നിക്ഷേപം ഭൂമിയിലും സ്വർഗത്തിലും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നിക്ഷേപം സ്വർഗത്തിലും ഭൂമിയിലും കൂടെ ഒരുമിച്ച് വെച്ചാൽ നിങ്ങളുടെ നിക്ഷേപം ബ്ലറായി പോവും. ബ്ലറർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ബ്ലറായി പോയി. ആ ഫോട്ടോ ക്ലിയർ ആയി കിട്ടിയില്ല, അതങ്ങ് മങ്ങിപ്പോയി, ബ്ലറായിപ്പോയി. ഇതുപോലെ നിങ്ങളുടെ നിക്ഷേപം 2 കൂടി ആക്കരുത്. നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കും നിങ്ങളുടെ നിക്ഷേപം. അങ്ങനെ ഒരു വാക്യം അവിടെ ഉണ്ട്. 21-ാം വാക്യം, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പൊ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. അപ്പൊ ഹൃദയത്തിനകത്ത് വെളിപ്പാട് വരുമ്പോഴാണ് നീ സ്വർഗത്തിൽ നിന്റെ നിക്ഷേപമാക്കുന്നത്. ഞാൻ ഈ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടാവോ അല്ലേ? ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ഭാഗം പറയാം. ഒന്നുകൂടെ അപ്പൊ നിക്ഷേപം ഹെവനിലാണെങ്കിൽ എങ്ങനെയാണ് നിക്ഷേപം ഹെവനിലാക്കുന്നത്? ഒന്നുകൂടെ വായിച്ച സിസ്റ്റേ 3 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അടുത്തത്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇവിടെ നോക്കൂ നിങ്ങൾ. ഇനി അടുത്ത വായിക്കൂടെ വായിച്ചു. അടുത്തൊരു വായിക്കൂടെ വായിച്ചു. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അപ്പൊ ഇവിടെ കണ്ണിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തിനെ കുറിച്ചാണ് കണ്ണിനെ കുറിച്ച് പറയുന്നത്? നിന്റെ കണ്ണ് സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിച്ച് കാണാൻ, സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ മഹത്വത്തെ കുറിച്ച് കാണാൻ നിന്റെ കണ്ണ് കൃത്യമാണെങ്കിൽ നിന്റെ ശരീരം മൊത്തം ക്ലിയർ ആയിരിക്കും. അതല്ല ഇവിടുത്തെ വിഷയം. ശരീരത്തിന്റെ വിളക്ക് എന്താണ്? 22-ാം വാക്യം, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളവെങ്കിൽ നിന്റെ ശരീരം മൊത്തം പ്രകാശിതമായിരിക്കും. അപ്പൊ ഈ കണ്ണിനെ കുറിച്ച് പറയുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? നിങ്ങൾ എന്റെ കൂടെ ആരുമില്ല. നിക്ഷേപം. അപ്പൊ നിക്ഷേപം സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? അപ്പൊ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നിന്റെ ശരീരം മൊത്തം പ്രകാശമായിരിക്കും. നിക്ഷേപം ഭൂമിയിലാണെങ്കിലോ നിന്റെ ശരീരം മൊത്തം ഇരുണ്ടു പോകും. ഇവിടെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് പറയുന്നത്. നിന്റെ നിക്ഷേപം സ്വർഗത്തിലാണെന്നൊരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടാകണം. കർത്താവേ, കൃപ. സ്വർഗത്തിലാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ നിങ്ങൾ 3 മേഖലകളിൽ കിങ്ഡം മൈൻഡ് നിൽക്കുന്ന, കിങ്ഡം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക്
സാമ്പത്തിക വിഷയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചലനം വരും, അല്ലെങ്കിൽ നിങ്ങൾ പ്രയോജനമുള്ളത് ചെയ്യാൻ തുടങ്ങും, പ്രയോറിറ്റി മാറാൻ തുടങ്ങും. കിങ്ഡം മൈൻഡ് സെറ്റിനകത്തുള്ള ആൾക്കാരുടെ പ്രത്യേകത, അവരുടെ പ്രയോറിറ്റികൾക്ക് മാറ്റം വരും. എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ബൈബിള് ഏകദേശം 1500 രൂപ വിലയുള്ളതാണ് ബൈബിൾ. അതിൻ്റെ കണ്ടമാനം മടങ്ങ് വിലയുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ. സാമ്പത്തികമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്. മൂല്യതയിൽ പണത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ കൈക്കകത്തിരിക്കുന്ന മൊബൈലുണ്ട്, ടാബുണ്ട്, ഞാൻ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ചുണ്ട്. ഇതൊക്കെ വിലയുള്ളതാണ്. പക്ഷേ അതിന് വിലയാണുള്ളത്, പക്ഷേ ഇതിന് മൂല്യതയാണുള്ളത്. എവിടെയാണ് എൻ്റെ കണ്ണിരിക്കേണ്ടത്? എൻ്റെ കണ്ണ് ഈ ഭൂമിയിലെ വിലയുള്ള വസ്തുക്കളിലാണോ ഇരിക്കേണ്ടത്? എന്നാൽ വില കുറവുള്ള, എന്നാൽ മൂല്യതയുള്ളവന്റെ പുസ്തകത്തിലാണോ ഇരിക്കേണ്ടത്? ഇതിനകത്താണ് എൻ്റെ നിത്യത, ഇതിനകത്താണ് എൻ്റെ നിത്യജീവൻ, ഇതിനകത്താണ് എൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ, ഇതിനകത്താണ് എൻ്റെ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. വിലപിടിപ്പിന്റെ പുറകിലല്ല എൻ്റെ കണ്ണ് പോകേണ്ടത്. പ്രയോറിറ്റി ദൈവത്തിന്റെ മുമ്പാകെ എന്തിനാണോ കൂടുതൽ, അതിന് നിങ്ങൾ പ്രാധാന്യത കൊടുക്കുക. അപ്പം അപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശനമായി മാറും. അവിടെ ഞാൻ 3 കാര്യം പറയാം. 1, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നിങ്ങൾ ദരിദ്രരെ സഹായിക്കാൻ തുടങ്ങും. കർത്താവേ കൃപ. നിങ്ങൾ ദരിദ്രരെ സഹായിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിലാണെങ്കിൽ നിങ്ങൾ ദരിദ്രരെ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല. നിങ്ങളുടെ വീട്ടിൽ ഭിക്ഷക്കാരൻ വരുമ്പം 50 പൈസ കൊണ്ട് പോകരുത്. ഒരു 10 രൂപയൊക്കെ കൊടുത്തേരെ പോട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വിടവരെ. കണ്ടില്ലെന്ന് നടിക്കരുത് അവരെ. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയല്ല. ഇഷ്ടപ്രകാരം ദരിദ്രരിവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ സഹായിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കൈയതയും വിപുലപ്പെടുത്താൻ തുടങ്ങും. നിങ്ങളുടെ ചുറ്റുമുള്ള ദരിദ്രരെ കാണുമ്പോൾ നിങ്ങൾ മുഖം മറച്ച് കളയരുത്. 1. 2, വിശുദ്ധന്മാരുടെ കഷ്ടതകളിൽ നിങ്ങൾ കൂട്ടായ്മ കാണിക്കണം. 2 വാക്യങ്ങൾ ഞാൻ കാണിക്കാം. ഇതൊന്നും ദശാംശമോ വഴിപാടോ അല്ല കേട്ടോ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 2 വാക്യങ്ങളിലേക്ക് വന്നേ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വന്നേ. കർത്താവേ, ഇതാണോ ഗ്ലോറിയസ് ലൈഫ് എന്ന് പറഞ്ഞ് ഞങ്ങളെ രാവിലെ വിളിച്ചോണ്ടോന്നേ? ഇത് പറയാനാണോ? സാരമില്ല, ഇതെങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് പോകുന്ന, എങ്ങനെ ഇതും കൂടെ തരണം ചെയ്ത് പോകണ്ടേ? കിങ്ഡം ഫൈനാൻസ്, കിങ്ഡം പ്രോസ്പിരിറ്റി, കിങ്ഡം ബ്ലെസ്സിങ്സുകൾ നിങ്ങളുടെ മേലെ ഓപ്പൺ ആകണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കിങ്ഡം മൈൻഡ് സെറ്റ് ആകണം. കിങ്ഡം മൈൻഡ് സെറ്റ് ആകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന് വായിച്ചോ. മത്തായി 19:21. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. സോറി, അപ്പോസ്തല പ്രവൃത്തി ആ വാക്യം എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയത് തെറ്റിപ്പോയല്ലോ. പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ഒറ്റ മിനിറ്റ്. സോറി, വായിച്ചോ. അത് തന്നെ മത്തായി 19:21. മത്തായി 19:21 അവിടെയാണ് ദരിദ്രരുടെ കാര്യം പറയുന്നത്. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ വിറ്റൊന്നും കൊടുക്കണ്ടേ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അയ്യോ കർത്താവേ, സോറി, വിറ്റൊന്നും കൊടുക്കാൻ വരട്ടെ. ഈ ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങാവോ? വിറ്റൊന്നും കൊടുക്കാൻ വരട്ടെ. അത്രയും വലിയ കടം കൈയൊന്നും ഇന്ന് രാവിലെ ചെയ്യരുത്. എന്നാൽ പിന്നെ പാസ്റ്റർ പറഞ്ഞല്ലേ ഞങ്ങൾ വീടങ്ങ് വിറ്റ് ഞങ്ങൾ ദരിദ്രർക്ക് മൊത്തം കൊടുക്കാൻ വേണ്ട, ഇപ്പം ചെയ്യല്ലേ. ഈ ചെറുതായിട്ടൊക്കെ ചെറിയൊരു സഹായം ആരംഭിക്കാവോ? വേണ്ട, ഈ സഹായത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയ പ്രശ്നമാണ്. അപ്പോൾ ഒറ്റ കാര്യം അറിയുക, ദരിദ്രരെ നമ്മൾ സഹായിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗത്തിലെ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. ഇനി നമുക്ക് റോമാലേഖനം 15:26 പ്രവൃത്തിയുടെ പുസ്തകം 11:29 വരണം. അവിടെ വിശുദ്ധന്മാരെ സഹായിക്കുന്ന കൂട്ടായ്മ കാണാം.
ഒന്നെടുത്ത് വേഗത്തിലെടുത്ത് സഹായിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ആർക്കും സ്തോത്രങ്ങളൊന്നും വരില്ല, അന്യഭാഷ്യം വരികയല്ല, സാരമില്ല. പ്രവൃത്തിയുടെ പുസ്തകം റോമാലേഖനം 15:29 പ്രവൃത്തി 11:29 വായിച്ച്. 15:26 റോമർ 15:26. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. കണ്ടോ? അപ്പോ ആദ്യം പറഞ്ഞത് നാട്ടിലെ ദരിദ്രർ, രണ്ടാമത് പറഞ്ഞത് ദൈവരാജ്യത്തിലെ ദരിദ്രർ. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? സിസ്റ്റർ വാക്യം ശ്രദ്ധിച്ചു വായിച്ചോ. 15:29 വായിച്ചു, 15:26 വായിച്ചത്. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. പൗലോസ് പറയും, എന്റെ ഈ യാത്ര പോലും അതിനാണ്. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പോകുന്നത് എന്തിനാണ്? യെരൂശലേമിനകത്ത് വിശുദ്ധന്മാർ ദരിദ്രരുണ്ട്. ആ ദരിദ്രരായവരെ അവർക്ക് ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയിലും അഖായയിലുമുള്ളവർക്ക് ഇഷ്ടം തോന്നി. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭ എവിടുന്ന തുടങ്ങിയേ? കർത്താവ് ആരോടെ ഞാൻ 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭ എവിടെ ആരംഭിച്ചേ? റോസ്മിനെ, 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭ മക്കദോനിയിൽ എത്തിയപ്പോ Jerusalem. എന്തുവാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകുന്നത്? കർത്താവേ, ഇനി ഞങ്ങൾ LKG തുടങ്ങണോ? സൺഡേ സ്കൂൾ തുടങ്ങണോ? റോസ്മിനെ, ഞാൻ കേട്ടു. എവിടെ പോയാണ്? ലീവായി പോയോ? കുഴപ്പമില്ല. 1-ാം നൂറ്റാണ്ടിൽ സഭ ആരംഭിക്കുന്നത് യെരൂശലേമിലാണ്. യെരൂശലേമിലെ സഭയിൽ ഇപ്പോൾ ആരുണ്ട്? ദരിദ്രരായ വിശുദ്ധന്മാരുണ്ട്. അതിന് കാര്യം എന്താ അറിയോ? ഒരു കാരണം, ഇത് ഭയങ്കര ഉണർവുണ്ടായപ്പോൾ ഇവർ വസ്തുവക മൊത്തം എടുത്ത് വിറ്റ് എല്ലാവരും കൂടെ പൊതുവക വെച്ച്, ഓർക്കണമെന്നുണ്ടോ? 2-ാം അധ്യായത്തിലെയും 4-ാം അധ്യായത്തിലെയും കാര്യമൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവരുടെ അകത്ത് ദരിദ്രന്മാരുണ്ടായപ്പോൾ മക്കദോനിയിലും അഖായയിലുമുള്ള വിശുദ്ധന്മാർ യെരൂശലേമിലെ ദരിദ്രരായ സഭയിലുള്ള വിശുദ്ധന്മാരെ സഹായിപ്പാൻ, അവരെ ശുശ്രൂഷിപ്പാൻ പൗലോസിന്റെ കയ്യിൽ പൈസ കൊടുത്തു വിടുക. ആമേൻ, കൃപ. അപ്പൊ നാട്ടിലുള്ള ദരിദ്രന്മാർ വേറെ, അടുത്ത സഭയിലുള്ള ദരിദ്രന്മാർ വേറെ. നിങ്ങളുടെ അപ്പുറത്തെ ചർച്ചിലകത്തുള്ള ദരിദ്രന്മാരാരും നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും മറ്റൊരു ചർച്ചിലെ ദരിദ്രന്മാരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോന്ന്? ഞങ്ങളുടെ ചർച്ചിലുള്ളവരെ സഹായിച്ചിട്ട് തീരുന്നില്ല പാസ്റ്ററെ, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പാസ്റ്ററെ അപ്പുറത്തുള്ള ആൾക്കാരെ സഹായിക്കാൻ പോകുന്നത്? പക്ഷെ മക്കദോന്യക്കാർക്കും അഖായയിലുള്ളവർക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഉള്ളതിൽ നിന്നൊരു വീതം മാറ്റിവെച്ച് അവർ യെരൂശലേമിലുള്ള ദരിദ്രരായവരെ സഹായിക്കുമായിരുന്നു. ഞാൻ കർത്താവിൻ്റെ കൃപയാൽ 2021 തൊട്ട് വടക്കേന്ത്യൻ മിഷൻ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മിഷൻ ട്രിപ്പ് പോകണം കേട്ടോ. നിങ്ങൾ അവിടത്തെ പോയാൽ അവിടുത്തെ ദാരിദ്ര്യാവസ്ഥ കണ്ടാൽ, അവർ കഴിക്കുന്ന ഭക്ഷണം കണ്ടാൽ, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടാൽ. ഞാനൊരു പ്രാവശ്യം അവിടെ ചെന്നപ്പം ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാ. എനിക്ക് അവർ തന്നത്, ഞാൻ അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഗോതമ്പ് ചുരുട്ടിയില്ല, എന്താ കുഴച്ചിട്ട് അടുപ്പിനകത്തിട്ട് ചുട്ടിട്ട് അത് ചോറിൻ്റെ കൂടെ കറിയാക്കി തന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇവരുടെ ഭക്ഷണം എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. ജോസൊക്കെ ഉണ്ട കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദർശനം, ഒരു ഫോട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഈ ഫുഡ് കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസം അവര് എനിക്ക് വേണ്ടി ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നു. എത്രയോ 50 കിലോമീറ്റർ ദൂരെ പോയിട്ട്. ഈ ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റിയല്ല. അത് ഈ നമ്മുടെ വീട്ടിൽ ഈ രസമില്ലേ, രസവെള്ളം. അയ്യോ കർത്താവേ, അവരാരും കേൾക്കില്ലോ അല്ലേ? രസവെള്ളം ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് കലക്കിയാലോ?
ആ കലക്കി അതിനകത്ത് കുറെ കോഴിയിറച്ചി വെട്ടിയിട്ടാലോ, വെട്ടിയിട്ട് പുഴുങ്ങിയാലോ, അതിനകത്ത് കോഴിയുടെ എല്ല് കിടക്കല്ല, കോഴിയുടെ കാല് കിടക്കുന്നുണ്ടെങ്കിലോ, നഖമൊക്കെ ഉള്ളത് എങ്ങനെ തിന്നു എന്ന് പറ. ഏതായാലും തലയിലെ പപ്പ് ഞാൻ കണ്ടില്ല, അത് എവിടെയോ കണ്ടു എന്ന് പറഞ്ഞു കേട്ടു ആരോ. ഞാൻ കണ്ടില്ല, ഞാൻ ഈ കാലൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. എന്നോട് മനോജ് പാസ്റ്റർ, സജി പാസ്റ്റർ ഇത് കഴിക്കണം, കഴിച്ചില്ല അവർക്ക് വിഷമാവും. ഞാൻ പറഞ്ഞു കാല് പിടിച്ച് ഞാൻ ക്ഷമ പറയാം, ഇത് കഴിച്ചാൽ ഞാൻ ഛർദ്ദിക്കും, ആകെ പ്രശ്നവും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ പോകണം. അവർ ചെയ്ത അടുത്ത കാര്യം കേൾക്കണം നിങ്ങൾക്ക്. പിറ്റേ ദിവസം അവർ 80 കിലോമീറ്റർ യാത്ര ചെയ്ത്, സജി പാസ്റ്റർ പച്ചക്കറി കഴിക്കുന്നില്ല, ചിക്കൻ കഴിക്കുന്നില്ല, അവർ പോയിട്ട് പോത്ത് മേടിച്ചോളുന്നു, പോത്തിറച്ചി മേടിച്ചോളുന്നു. എൻ്റെ മനോജ് പാസ്റ്റർ പറഞ്ഞു സജി പാസ്റ്റർക്ക് വേണ്ടി ഇന്ന് അവർ സ്പെഷ്യലായിട്ട് പോത്തിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. പോത്തിറച്ചി കൊണ്ടുവച്ചു. അതൊരു കഷ്ടം എടുത്തപ്പോഴേ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഈ പെൻസിൽ കൊണ്ട് എഴുതുമ്പം, ഇവിടെ പെൻസിൽ ഇരിക്കുന്നുണ്ട്, പെൻസിൽ കൊണ്ട് എഴുതുമ്പം നിങ്ങൾ ഈ റബ്ബർ മായ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങളൊക്കെ MBBS ഡയറക്റ്റ് കയറിപ്പോയവരാ. റബ്ബർ മായ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ റബ്ബർ എങ്ങനെയാണോ കടിച്ചാൽ ഉണ്ടാക്കുക, ഒരു കഷ്ണം എനിക്ക് കടിക്കാൻ പറ്റില്ല, ഒരു കഷ്ണം. ഞാൻ പറയാൻ കാരണം ഇങ്ങനത്തെ ഒരു വലിയ വിഭാഗമാണ് നമ്മുടെ ചുറ്റും പുറത്ത് കിടക്കുന്നത് കേട്ടോ. നമ്മൾ കോഴിക്കാലും കടിച്ച്, നമ്മൾ ഇറച്ചിയും കഴിച്ച്, ഞാൻ അത് കണ്ടിട്ടാണ് UK അവിടെ നിന്ന് നേരെ വന്നിട്ടാണ് ഞാൻ നേരെ UK പോകുന്നത്. UK എന്താ പറയുക, ലിറിസിസ്റ്റ് ബൈജുബ്രതൻ്റെ കൂടെ ഞാനൊരു ഈ എന്താ പറയുക, അവിടുത്തെ മാളിൽ പോയപ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് കരഞ്ഞു. ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ കിടക്കുന്ന അവസ്ഥ എന്താ, ഒരു രാജ്യത്തിലെ മറ്റൊരു രാജ്യത്തിലെ അവസ്ഥ എന്താ? സുവിശേഷം ദൈവമഹത്വം വരുത്തി മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ഇങ്ങനെ ദരിദ്രരായി ജീവിതത്തിൽ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു കൂട്ടം അപ്പുറത്തുണ്ട്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലുള്ളത് വർദ്ധിപ്പിക്കുവാൻ ദൈവാത്മ നിങ്ങൾക്ക് വെളിപ്പാട് തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടുകയാണ്. 11 ഏതാ വായിച്ച്, 15-26 വായിച്ചേ. അപ്പോൾ ഒരു കാര്യമുണ്ട്, വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്. ഞാനൊക്കെ ചെറുതായിട്ട് പറയുന്ന ആളായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ലിൻസിയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ മൈൻഡിന് എനിക്ക് ഭയങ്കര മാറ്റം വന്നു. ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പുകൾ എൻ്റെ മനസ്സിനെ മൊത്തം മാറ്റി. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ഒരു വലിയ വിഭാഗം ജനം, വിശുദ്ധന്മാർ കഠിനമായ പീഡകളുടെ നടുവിൽ അവർ ജീവിക്കുന്നു. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാകട്ടെ. നിങ്ങളുടെ നിക്ഷേപം ഇങ്ങനെ തകർച്ച അനുഭവിക്കുന്നവരെ കാണാനും കൂടെ നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം ഇടുകയാണ്. പ്രവർത്തന പുസ്തകം 11-29 കൂടെ വായിച്ചേ. എല്ലാവരും പിണങ്ങി പോയോ? പിണങ്ങി പോകുന്ന എനിക്കറിയാം. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അടുത്തത്, അത് അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. കണ്ടോ? അപ്പൊ ദരിദ്ര നിക്ഷേപം നമ്മുടെ സ്വർഗത്തിലാണെങ്കിൽ, ഇവിടെ പൗലോസ് പറയുകയാണ്, യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാർ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അതവർ നടത്തി. അപ്പൊ നിങ്ങൾക്ക് പ്രാപ്തിയുള്ളത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. പ്രാപ്തി ഇല്ലാത്ത ചെയ്യാൻ വരട്ടെ, സ്ഥലമോ കാറോ ഒന്നും വിൽക്കാൻ വരട്ടെ. ആരും പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അപ്പൊ എന്നാ പിന്നെ എൻ്റെ 2 കിഡ്നിയുടെ ആവശ്യമില്ല, 1 കിഡ്നി വിറ്റിട്ട് ഞാൻ എന്താ പറയുക, ഒന്നും ചെയ്യാൻ വരട്ടെ, അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാപ്തി ദൈവം തന്നിട്ടില്ലേ? ആ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് കൃപ തരും കേട്ടോ. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദരിദ്രരെ നിങ്ങൾ സമയം കൂടിപ്പോയി. ദരിദ്രരെ നിങ്ങൾ സഹായിക്കുക. 2, സഭകളിലുള്ള വിശുദ്ധന്മാരുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കാളികളാകുക. ഞാൻ ഒറ്റ വാക്യോട് വായിച്ചിപ്പോ ആ ഭാഗം നിർത്താം. ഫിലിപ്പി ലേഖനം 4:16-17 കൂടെ വായിച്ചോ. ഫിലിപ്പി ലേഖനം 4:16-17 കൂടെ.
ഫിലിപ്പിയ ലേഖനം 4:16-17 വേഗം വായിക്കണം. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ആ ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. അപ്പൊ 3 കാറ്റഗറി ആയിട്ട് സ്വർഗത്തിൽ നിക്ഷേപമുള്ള ഒരു വ്യക്തിയുടെ സാമ്പത്തിക തലം ഈ ഭൂമിയിൽ തുറക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണിച്ചു തന്നത്. 1, നീ ദരിദ്രരെ സഹായിക്കും. 2, ദൈവസഭയിലെ വിശുദ്ധന്മാരെ നിങ്ങൾ ശുശ്രൂഷിക്കും. 3, ദൈവരാജ്യ നിമിത്തം ദൈവവേലയിൽ ഉത്സുകരായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ നിങ്ങൾ ദൈവാത്മാവിനാൽ സഹായിക്കാൻ തുടങ്ങും. പൗലോസ് പറയുകയാണ് 16-ാം വാക്യം, തെസ്സലോനിക്കയിലുള്ളവർ 15-ാം വാക്യം, ഫിലിപ്പിയിലെ സുവിശേഷ ഘോഷത്തിൽ ആരംഭത്തിൽ ഞാൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. ഇപ്പൊ ഫിലിപ്പിയരുടെ പ്രത്യേകത, അവർ വരവ് ചെലവ് കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നവരായിരുന്നു. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്കയിലുള്ളവർ എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം എനിക്ക് അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലമത്രേ ആഗ്രഹിക്കുന്നത്. അപ്പൊ പൗലോസ് ഇവിടെ നിക്ഷേപം സ്വർഗത്തിലുള്ള ഒരാൾ ശുശ്രൂഷകന്മാരെ സഹായിക്കുന്ന സഹായം പഠിപ്പിക്കുകയാണ്. കുറെ ആൾക്കാര് ദൈവദാസന്മാരെ സഹായിക്കുന്നത് അവരെ സഹായിക്കുകയല്ല, പേര് കിട്ടാൻ വേണ്ടി സഹായിക്കുകയാണ്. എന്നോട് പിണങ്ങരുത് കേട്ടോ ആരും ഒന്നും. പിണങ്ങിയാൽ അകത്തെ പിണക്കാവും, പിണക്കം വയ്ക്കാവും. ബുദ്ധിമുട്ട് തീർക്കാൻ പരിഹരിക്കുകയല്ല, ആവശ്യങ്ങളോട് ബന്ധത്തിൽ കൂട്ടായ്മ കാണിക്കുകയല്ല. ചില തെറ്റായ ടീച്ചിങ്ങുകൾ ഉള്ളത് കൊണ്ട് വെറുതെ ഇവിടെ കേരളത്തിൽ ഒരാള് ഒരു ബാങ്കിനകത്ത് ബാങ്കുകാർ ഇത് അവാർഡ് കൊടുത്തത്രേ, ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള പാസ്റ്റർക്ക്. സ്ഥലം പറയാം, തിരുവല്ലയില. ഒന്നുകൂടെ കടത്തി പറയാം, കുമ്പനാട. കോടിക്കണക്കിന് രൂപ ബാങ്കിലിട്ടതിന് ഒരു പാസ്റ്റർക്ക് ബാങ്കുകാർ അവാർഡ് കൊടുത്തു. ആ ചർച്ചിലെ ആ സഭയുടെ ശുശ്രൂഷകന്മാരിൽ പല ദൈവദാസന്മാരും പട്ടിണി പാവങ്ങളാണ്. പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കില. നമുക്ക് അവാർഡ് എന്തിനാ? ഏറ്റവും കൂടുതൽ പൈസ ബാങ്കിൽ കിടന്നവന്. നിങ്ങൾ നോക്കി ദൈവരാജ്യത്തിലെ മൂല്യത ശോഷിപ്പ് നിങ്ങൾ കണ്ടോ? ഇന്ന് രാത്രി നമുക്ക് എല്ലാം കൂടെ ശരിയാക്കാനൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് കുറച്ച് പറയാൻ കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നത് ആ തലത്തിൽ എൻ്റെ എൻ്റെ കിങ്ഡം മൈൻഡ് സെറ്റാക്കി ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും എന്ന് ഒന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഇന്ന് പകൽ കഴിയുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ മൈൻഡ് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. അത് പറയാതെ ഇതെങ്ങനെ അവസാനിപ്പിക്കുന്നത്? അതുകൂടെ പറഞ്ഞാൽ ഇത് തീരുള്ളൂ. അപ്പൊ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ, നിങ്ങളുടെ അപ്പന്റെ കൈക്കകത്താണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ, നിങ്ങൾ പിന്നെ മറ്റൊന്നിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട. 25-ാം വാക്യം വായിച്ചു, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. 25-ാം വാക്യം കൂടെ വായിച്ചു. 25-ാം വാക്യം 7:25, 6:25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഇതൊന്ന് ശരിയായിരുന്നെങ്കിൽ പകുതി ഉറക്കം ശരിയായനെ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾക്ക് ദൈവത്തിൽ ഫെയ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ, ഹലോ, നിങ്ങളുടെ ബാങ്കിനകത്ത് നിങ്ങൾക്ക് 50,000 രൂപ കിടക്കുന്നുണ്ട്. 50,000 രൂപ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരു 500 രൂപ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ വരുമോ? വരികയില്ല. കാരണം എന്താ? നിങ്ങളുടെ നിക്ഷേപം ബാങ്കിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ 1000 മടങ്ങ് ഇരട്ടി നിക്ഷേപം നിങ്ങൾക്ക് ബാങ്കിലുണ്ട്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടില്ല. ഞാനിത്
കഴിഞ്ഞ ദിവസം മോർണിംഗ് പ്രയറിനകത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു വിടാം. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പറവകളെ നോക്കുക. അടുത്ത കാര്യം കർത്താവ് പറയുക, നിങ്ങൾ താമരയെ നോക്കുക. പറവ വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് അതിനെ പോറ്റുന്നു. താമര അത് ആരും അതിനെ വളർത്തുന്നില്ല, അത് തനിയെ വളരുകയാണ്, അത് അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. ശലോമോൻ പോലും തന്റെ മകുത്തത്തിൽ ഇത്ര മനോഹരമായതൊന്നും ചമച്ചില്ല, പക്ഷെ അത് വളർന്നു വരുന്നു. ഈ യൗവനക്കാർക്കൊരു കുഴപ്പമുണ്ട്. യൗവനക്കാർക്ക് അവർ ഭയങ്കര ലോജിക്കായിട്ട് ചിന്തിക്കും. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ലേ, പറവകളെ നോക്കുക, ആകാശത്തിലെ പറവകളെ നോക്കുക, അവ എന്ത് ചെയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പിതാവ് നിങ്ങൾ എന്ത് ചെയ്യും, വളർത്തും, നിങ്ങളെ കരുതും, നിങ്ങളെ പോഷിപ്പിക്കും എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് കുസൃതി ചിന്ത വല്ലതും വന്നോ? നിങ്ങളുടെ അകത്ത് ലോജിക്കലി വല്ല ചോദ്യം വന്നോന്ന്? ഇവിടെ എന്താ നിങ്ങൾ വിചാരപ്പെടരുതെന്ന് കാര്യം പറയാനായിട്ട് കർത്താവ് എന്താ കൊണ്ടുവന്നേ? കർത്താവ് കൊണ്ടുവന്ന ഒരു ഘടകം എന്താ? പറവേനല്ലേ? അപ്പൊ പറവേനെ കൊണ്ടുവന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ആമയം പറഞ്ഞു. യൗവനക്കാരടുക്കെ ചെന്ന് പറഞ്ഞാൽ അവര് പറയും, പാസ്റ്ററെ പറവയെ നോക്കി ഞങ്ങൾ പഠിച്ചാൽ ഞങ്ങൾ പെട്ടുപോകും. കാരണം പറവ വെല്ലോന്റെ പറമ്പിൽ കയറി കൊത്തി തിന്നുന്നതാണ്. പറവയുടെ പ്രത്യേകത വെല്ലോരും വിതച്ചത് പോയി തിന്നുന്നയാളാണ് ആര്? ഇവിടെയാണ് ഈ തലമുറ കൈമാറ്റത്തിന്റെ ലോജിക് കൈമാറ്റം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യം മാത്രമേ നമ്മുടെ അകത്ത് കിടക്കുന്നുള്ളൂ. എന്തുവാ? പറവയെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കൂട്ടിവെക്കുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് അവനെ കരുതുന്നു. പിള്ളേര് ചോദിക്കും, പാസ്റ്ററെ അപ്പോ വെല്ലോരും കൊയ്തത്, വെല്ലോരും വിതച്ചത് തിന്നാണോനോ പാസ്റ്റർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന ഒരു അപ്പൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അപ്പൻ അത്ര വിശ്വസ്തനാണ്. അപ്പം ഞാൻ ഈ വാക്യങ്ങൾ ഈ ഭാഗം ഞാനിവിടെ 6-ാം അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, ഈ ഭാഗം ഞാൻ പലവട്ടം പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കാത്ത കേട്ടോ. 5-ാം അധ്യായത്തിന് 32-ാം വാക്യം 33-ാം വാക്യം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ രാജ്യവും നീതിയും അന്വേഷിക്കാൻ എവിടെ നിന്ന് തുടങ്ങിയത്? ഇത് തുടങ്ങിയത് 6-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിലല്ലേ? ഇത് തുടങ്ങിയത് 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണത്തിലല്ലേ? അതെ, നിങ്ങളുടെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങളുടെ കർത്താവ് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ അതത് ദിവസത്തെ ആവശ്യങ്ങൾ നിവർത്തിക്കേണ്ടതിന് ഡിവൈൻ സപ്ലൈ ആയി നിങ്ങളിൽ അവന്റെ വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതെ, ഒന്നിലും തളർന്നു പോകാതെ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വെളിപ്പാടിൽ, അവൻ നിങ്ങളുടെ പിതാവാണെന്നുള്ള വെളിപ്പാടിൽ, കിങ്ഡം മൈൻഡ് സെറ്റിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വളർത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെക്ഷനോട് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഷലോം.